വൈകുന്നേരം കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ അവർക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ് ഇന്നത്തേത്. ഇതിൽ പ്രോട്ടീനും അയണും മാംഗനീസും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ വളരെ ഹെൽത്തിയുമാണ്. എല്ലാവർക്കും നന്ദാസ് ഡിഷസിലേക്ക് സ്വാഗതം. ഇത് തയ്യാറാക്കാനായിട്ട് വെള്ളക്കടല 2 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് കുതിരാൻ വേണ്ടി മാറ്റിവെക്കാം. എട്ട് മണിക്കൂറായപ്പോഴേക്കും ഇത് നല്ലതുപോലെ കുതിർന്നു കഴിഞ്ഞു. ഇതിനെയും കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലേക്ക് മാറ്റാം. 2 കപ്പ് കടലയാണ് വെള്ളത്തിലിട്ടത്. അത് കുതിർന്നു കഴിഞ്ഞപ്പോഴേക്ക് 4 കപ്പായി കഴിഞ്ഞു. ഈ 4 കപ്പും ഒരു കുക്കറിലേക്ക് മാറ്റാം. ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ ഉപ്പും 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് അടച്ചു വെച്ച് വേവിക്കാം. നാല് കപ്പ് കടലയ്ക്ക് 2 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഉപ്പ് കൂടി ചേർത്തത് കൊണ്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു വിസിൽ വന്നു കഴിഞ്ഞു. ഇനി ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം 20 മിനിറ്റ് കൂടി വേവിക്കാം. അതിനുശേഷം തീ ഓഫ് ചെയ്യണം. ഇതിലെ ആവി മുഴുവൻ പോയതിന് ശേഷം അടപ്പ് തുറക്കാം. പരുവത്തിന് കടല വെന്ത് കഴിഞ്ഞു. ഇനി ഇതിലെ വെള്ളമൊന്ന് കളയാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം. വെള്ളം തോരുന്ന സമയം കൊണ്ട് നമുക്ക് കടുക് താളിച്ചെടുക്കാം. 3 വെളുത്തുള്ളിയും 2 ടേബിൾ സ്പൂൺ ചുവന്നുള്ളിയും 5 കാശ്മീരി മുളകും 2 തണ്ട് കറിവേപ്പിലയും 1 കപ്പ് തേങ്ങ തിരുമ്മിയതുമാണ് എടുത്തിരിക്കുന്നത്. ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ചൂടായ എണ്ണയിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ഇടാം. കടുക് മുഴുവൻ പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് 3 വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ചതച്ചത് കൂടി ഇടാം. ഇതൊന്ന് വഴറ്റിയതിന് ശേഷം 2 ടേബിൾ സ്പൂൺ ചുവന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞത് കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചുവന്നുള്ളിയുടെ നിറം മാറി തുടങ്ങുമ്പോൾ ഇതിലേക്ക് 2ആയിട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന 5 കാശ്മീരി മുളക് ഇടാം. 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനിയും വെള്ളം തോരാൻ വെച്ചിരിക്കുന്ന കടല കൂടി ഇതിലേക്ക് ഇടാം. കടല ഇതിൽ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഒരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം എടുത്തു വെച്ചിരിക്കുന്ന 1 കപ്പ് തേങ്ങയുടെ 1/4 ഭാഗവും ഇതിലേക്ക് ഇടാം. 1 കപ്പ് തേങ്ങ എടുത്തിരിക്കുന്നത് അളവ് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് തേങ്ങ കുറവാണെങ്കിൽ കുറച്ചുകൂടി ചേർക്കാം. ബാക്കി വന്ന തേങ്ങയുടെ പകുതിയും കൂടി ഇതിലേക്ക് ഇടാം. 1 കപ്പ് തേങ്ങ എടുത്തതിൽ ബാക്കി ഇനി 1 ടേബിൾ സ്പൂൺ കൂടിയേ ഉള്ളൂ. അത് നമുക്ക് വേറെന്തെങ്കിലും ആവശ്യത്തിന് എടുക്കാം. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഹൈ പ്രോട്ടീനായിട്ടുള്ള നമ്മുടെ ഹെൽത്തി റെസിപ്പി തയ്യാറായി കഴിഞ്ഞു. ഇത് തയ്യാറാക്കുമ്പോൾ ഒരു ടിപ്പ് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ നമ്മൾ കടല പുഴുങ്ങുമ്പോൾ ഉപ്പ് ശകലം കുറവായിരിക്കും. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ തേങ്ങ ഇതിലേക്ക് ചേർക്കുന്നതിന് തൊട്ട് മുമ്പ് തേങ്ങയിൽ ശകലം ഉപ്പ് മിക്സ് ചെയ്യണം നല്ലതുപോലെ. എന്നിട്ട് ഇതിലേക്ക് ചേർത്താൽ മതി. ഈ ഒരു ഡിഷ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ കടലക്കറി വെച്ച് കൊടുക്കുന്നതിനെക്കാട്ടിലൊക്കെ ഈ ഡിഷ് ഒരുപാട് ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റുമാണ്. എല്ലാവർക്കും ഇത് കഴിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുതേ.
പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അതിനുശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക.